പരാജിത യാത്രക്കൊടുക്കം പട നയിച്ചവൻ തന്നെ നാട് നയിക്കുന്നത് കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അണികൾ. 2021 തുടർച്ചയായി രണ്ടാം വട്ടവും അധികാരമില്ലാതെ കോൺഗ്രസ് തകർന്നുപോയ സമയം. ചെന്നിത്തലയും തൊറ്റെടുത്ത് ഇനി ആരെന്ന ചോദ്യം. പ്രസ്ഥാനം കൺമുന്നിലില്ലാതാകുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ മുഖം പൊത്തിയിരുന്നവരുടെ കണ്ഠനാളങ്ങളിലൂടെ ഇടറി വീണ ഒരു പേരായിരുന്നു വി ഡി സതീശൻ. അറ്റകൈക്ക് നേതൃത്വം പുതിയ പരീക്ഷണത്തിന് ഒരുമ്പെട്ടു. ജയിച്ച MLA-മാരിൽ ഒരാളുടെ പോലും പിന്തുണയില്ലാതെ അതുവരെ ഒരു മന്ത്രി പോലുമാകാത്ത വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി. സ്വയംഭൂ വലത്തോട്ട് തിരിയുന്ന അധികാര ചക്രവും കിനാവ് കണ്ട് കന്റോൺമെന്റ് ഹൌസിന്റെ വരാന്തയിലൂടെ ഉലാത്തിയവന്റെ പേരായിരുന്നില്ല വി ഡി സതീശൻ. പാർട്ടി ഉണ്ടെങ്കിൽ അധികാരമുള്ളൂവെന്ന് മുൻഗാമികളുടെ അനുഭവങ്ങളിൽ നിന്ന് അയാൾക്ക് ബോധ്യമുണ്ടായിരുന്നു. പിണറായി കാലത്ത് സെമി പിണറായി ശൈലിയുമായി സതീശൻ പോരിനിറങ്ങി. ആളുണ്ടായിട്ടും പാർട്ടിയില്ലാതിരുന്ന നഗരഗ്രാമങ്ങളിൽ കോൺഗ്രസിന്റെ കൊടിക്കൂറ ഉയർന്നു. കെ സുധാകരനൊപ്പം അണികളിൽ ധൈര്യവും ചങ്കൂറ്റവും പകർന്നു. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിസ്മയ വിജയങ്ങൾ. വെൽഫെയർ പാർട്ടി പിന്തുണയുടെ പേരിൽ വട്ടമിട്ട് വേട്ടയാടിയപ്പോഴും നിലമ്പൂരിലെ സെമി ഫൈനലിന്റെ തലേന്ന് ജമാഅത്ത് വർഗീയവാദികളല്ലെന്ന് സതീശൻ നിലപാട് പറഞ്ഞു. പാർട്ടിയെ മുച്ചൂടും ഉലച്ചുകളഞ്ഞതായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ലൈംഗികാരോപണ പരമ്പര. UDF അണികളുടെ സ്നേഹഭാജനമായിരുന്നിട്ട് പോലും ബോധ്യങ്ങളിൽ ഉറച്ച ധാർമ്മികതയുടെ പേരിൽ രാഹുലിനെ സതീശൻ തള്ളിപ്പറഞ്ഞു. തദ്ദേശപ്പോരിൽ ആ നിലപാടിന് ജനം മാർക്കിട്ടു. മലപ്പുറത്തിനെതിരെ വിദ്വേഷം വിളമ്പിയ വെള്ളാപ്പള്ളിയോട് ഭാവി തലമുറയ്ക്ക് വേണ്ടി യുദ്ധം പ്രഖ്യാപിച്ചു. പാർട്ടിക്കായി പ്രതിരോധം തീർത്തതിന്റെ പേരിൽ നുണേശൻ എന്ന് വിളിച്ച് നാടാകെ നടന്ന് പരിഹസിച്ചു. ആക്രമണങ്ങളിലൊന്നും തളരാതെ വീടി അന്തിമ യുദ്ധത്തിനായി കരുക്കൾ നീക്കി. പല കാലങ്ങളിൽ പല കാരണങ്ങളാലും മുന്നണി വിട്ടുപോയ സാമൂഹ്യ സാമുദായിക വിഭാഗങ്ങളെ ഒറ്റ നൂലിലേക്ക് കോർത്തുകെട്ടി ടീം UDF എന്ന് പേരിട്ടു. ഇടതുപാളയം വിട്ട് വിശ്വസിച്ചിറങ്ങി വരാൻ ജി സുധാകരനും ടി കെ ഗോവിന്ദനും പി കെ ശശിക്കും വി കുഞ്ഞികൃഷ്ണനുമൊക്കെ ഉറപ്പും ധൈര്യവും നൽകിയ ശക്തിയുടെ പേരും കൂടിയാണ് വി ഡി സതീശൻ. എന്നിട്ടും വിശ്വാസം വരാത്ത അണികൾക്കായി സതീശൻ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് എടുത്തു. ഒടുക്കം കാത്തിരുന്ന ദിനമെത്തി. സതീശന്റെ ഗ്യാരണ്ടികളെല്ലാം ഒന്നൊന്നായി പുലർന്ന രാഷ്ട്രീയ സുനാമിയിൽ കേരളം അമ്പരന്നു. സാക്ഷാൽ ലീഡറെ പോലും വെല്ലുന്ന ഇലക്ഷൻ മാനേജറെ കണ്ട് അത്ഭുതം കൂറി. 102 സീറ്റുമായി UDF-നെ കേരളത്തിന്റെ അധികാര കസേരയിലെത്തിച്ച് വി ഡി സതീശൻ അജയ്യനാകുന്നു. ഏൽപ്പിച്ച ദൌത്യം ഭംഗിയായി പൂർത്തീകരിച്ച് കന്റോൺമെന്റ് ഹൌസിൽ നിന്ന് മടങ്ങുകയാണ്. ഇനി ക്ലിഫ് ഹൌസിലേക്കുള്ള ദൂരം. തൊട്ടതെല്ലാം പൊന്നാക്കിയ നേതാവിൽ നേതൃത്വം ഇനിയും വിശ്വാസമർപ്പിച്ചാൽ വടശ്ശേരി ദാമോദരൻ സതീശൻ പിണറായി വിജയന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും. അങ്ങനെ സംഭവിച്ചാൽ മന്ത്രിയാകുന്നതിന് മുമ്പേ മുഖ്യമന്ത്രിയാകുന്ന വിസ്മയ പട്ടാഭിഷേകത്തിനും കേരളം സാക്ഷിയാകും.